TVK'ക്ക് സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ നൽകുന്നതിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം അടിയന്തരമായി ചേരും. ഇന്ന് രാത്രി 10:30 ഓൺലൈനായാണ് ആ യോഗം ചേരുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഏറ്റവും ഒടുവിൽ വരുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് പ്രാദേശികമായി ഈ പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന നിലയിലാണ് നേതാക്കളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്തുണയ്ക്കാമെന്ന തീരുമാനത്തിലേക്ക് തന്നെ എത്താനാണ് സാധ്യത, അല്ലേ? പക്ഷെ നാളെ യോഗം ചേരുമെന്നാണല്ലോ ആദ്യം അറിയിച്ചത്. ഇപ്പോൾ പെട്ടെന്ന് ഇന്നത്തേക്ക് തന്നെ യോഗം മാറ്റാനുള്ള കാരണം എന്താണ്? പ്രജിനേഷിത TVK'ക്ക് പിന്തുണ നൽകുന്ന കാര്യം അത് ഹൈക്കമാൻഡ് തമിഴ്നാട് PCCക്ക് ആയിരുന്നു ആ തീരുമാനം വിട്ടത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഒപ്പം തന്നെ ജനവികാരം എല്ലാം പരിശോധിച്ച ശേഷം തമിഴ്നാട് PCCയോട് ആ തീരുമാനം എടുക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തുടർന്നാണ് തമിഴ്നാടിന്റെ ACC ഇൻചാർജ് ആയിട്ടുള്ള ACC ഇൻചാർജ് ഇക്കാര്യം അറിയിച്ചത്. അതായത് നാളെ 9:30 തന്നെ തമിഴ്നാട് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ആ യോഗം ഇപ്പോൾ അടിയന്തരമായി ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 10:30 തന്നെ, അതായത് ഇനി അല്പസമയം മാത്രമാണ് ആ യോഗം ചേരാനായി അവശേഷിക്കുന്നത്. ആ യോഗം ഓൺലൈനായി ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം. എന്തായാലും രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെയുള്ള DMK സഖ്യം വിട്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ, ദേശീയ രാഷ്ട്രീയത്തിൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്തായാലും യോഗം അടിയന്തരമായി ചേരും. കാരണം മറ്റന്നാളാണ് ഈ വിജയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീരുമാനം എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ ഈ ഒരു അടിയന്തര യോഗം ചേരാനുള്ള തീരുമാനം. എന്തായാലും ഹൈക്കമാൻഡ് ആ പിന്തുണയെ തള്ളുന്നില്ല, മറിച്ച് അത് തമിഴ്നാട് PCC തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.